എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലക്ഷ്മി എസ് മേനോൻ. മ്യൂസിക് ട്യൂട്ടോറിയലിൻ്റെ 20ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വോയിസ് മോഡുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാമോ എന്ന്. അത് പ്രകാരം ഞാൻ വോയിസ് മോഡുലേഷൻ എങ്ങനെയാണ് വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ നമ്മുടെ ബ്രെത്ത് കൺട്രോൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ യോഗ ക്ലാസ്സുകളിൽ പലതിലും കേട്ടിട്ടുണ്ടാകും പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ബ്രെത്ത് കൺട്രോൾ കൂട്ടുന്നതിന് ഈ യോഗയിലുള്ള പ്രാണായാമം വളരെയധികം നമ്മളെ സഹായിക്കും. അതിൽ അനുലോമ വിലോമ പ്രാണായാമമാണ്. അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു മൂക്ക് അടച്ചു പിടിക്കുക, ഡീപ്പ് ബ്രെത്ത് എടുക്കുക, അതിനുശേഷം ഈ മൂക്ക് അടച്ചു പിടിച്ച് റൈറ്റിലൂടെ റിലീസ് ചെയ്യുക. പിന്നീട് റൈറ്റിലൂടെ ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ആ മൂക്ക് അടച്ചു പിടിക്കുക, ലെഫ്റ്റിലൂടെ എക്സ്ഹെയിൽ ചെയ്യുക. ഇങ്ങനെ ഒരു 20 പ്രാവശ്യമെങ്കിലും നമ്മൾ ഒരു ദിവസം ഇത് ചെയ്തു പോരണം. എല്ലാ ദിവസവും നമ്മൾ ഉണരുമ്പോൾ തന്നെ ഇത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരു എക്സാമിന്, ഒരു പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പാട്ട് പാടാനായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് ഒരു പേടി മനസ്സിൽ ഉണ്ടാകും. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുപോലെ നമ്മൾ ആ ഒരു അവസ്ഥയിൽ സ്റ്റേജിൽ കയറി പാടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മിഴുക്ക് ഇറക്കിപ്പോകും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മൾ ശ്വാസം ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ഒരു 2 മിനിറ്റോളം നമ്മളത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് പതുക്കെ അത് റിലീസ് ചെയ്യുക. നമ്മൾ ശ്വാസം, അതായത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പോ എന്തായാലും നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ടെൻഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ആ ടെൻഷനിൽ നിന്നും, അതായത് ഡീപ്പ് ബ്രെത്ത് എടുക്കുക, അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. മിനിമം ഒരു 30 സെക്കൻഡെങ്കിലും പിടിക്കുക. അതിനുശേഷം പതുക്കെ സ്ലോലി ശ്വാസം റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 4ഓ 5ഓ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരു ചെറിയ ആശ്വാസം കിട്ടും. പിന്നീട് അത്രയും കോൺഫിഡൻസോടെ നമുക്ക് പാടാനും അതുപോലെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാനും അതൊക്കെ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ പ്രാണായാമത്തിൽ തന്നെ ഉള്ളതാണ്. ഇതും നമ്മുടെ ബ്രെത്ത് കൺട്രോൾ കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ പ്രാണായാമത്തിലെ എല്ലാ ടിപ്സും നമുക്ക് ഈ സംഗീതത്തിലും വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് പറയണമെന്നും ഇല്ല. കാരണം നിങ്ങൾ എല്ലാവരും തന്നെ മിക്കവാറും പേര് യോഗ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ പ്രാണായാമത്തെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ ഇരിക്കുന്ന പോസ്ചർ, അതുപോലെ വജ്രാസനം, പത്മാസനം, ദണ്ഡാസനം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ നോർമലി ശാസ്ത്രീയ സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക് പാടാനിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്ററാണ് സ്വീകരിക്കുന്നത്. അതേ പോസ്റ്ററിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാണായാമം ചെയ്യാവുന്നതാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നാദാനുസന്ധാനം എന്നുള്ള ഒരു യോഗയിൽ തന്നെയുള്ള ഒരു ടിപ്പാണ്. അത് നമ്മുടെ വോയിസ് കൂട്ടാൻ, വോയിസിൻ്റെ വോളിയം കൂട്ടാൻ വളരെയധികം സഹായിക്കും. അകാരം, മകാരം, ഉകാരം, അതിലൊക്കെ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ഓ
നമ്മുടെ ശ്വാസം തീരുന്നത് വരെ നമ്മളത് നീട്ടി നിർത്തുക. പല മുദ്രകൾ അതിനകത്ത് ഉപയോഗിക്കും. അത് ഞാനിപ്പോൾ അതിന് നമുക്ക് മ്യൂസിക്കിൽ വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം നമ്മുടെ വോയിസിൻ്റെ ആ ക്വാളിറ്റി കൂട്ടാനുള്ള എക്സസൈസ് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. ഇതേ ഒരു ടെക്നിക്ക് തന്നെ നമുക്ക് സംഗീതത്തിൽ ഉപയോഗിക്കാം. അതായത് ഓരോ സ്വരം 7 സ്വരങ്ങളുണ്ടല്ലോ, ആ സ്വരങ്ങൾ ഓരോന്നും നമ്മൾ താളമിട്ട് നമ്മുടെ ശ്വാസം തീരുന്നത് വരെ അതൊന്ന് നീട്ടി നിർത്താൻ ശ്രദ്ധിക്കുക. ശ്വാസത്തിൻ്റെ കൺട്രോൾ കിട്ടാൻ ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ്. അതായത് എല്ലാ ദിവസവും ഇത് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ശ്വാസം തീരുന്നത് അതുവരെ ആ സ്വരം നീട്ടി നിർത്തുക. ടൈമർ വച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മളിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കതൊന്ന് മെഷർ ചെയ്യാൻ സാധിക്കും. സാ അതുപോലെ ഓരോ സ്വരവും രീ ഗ ഇതുപോലെ ഓരോ സ്വരവും നീട്ടി നിർത്തി പാടാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പ്, ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഒരു പക്ഷേ അത് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. നമ്മളിപ്പം സരളി വരിശകൾ പഠിച്ചു, ഗണ്ഡവരിശകൾ പഠിച്ചു. ഇതൊക്കെ തന്നെ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അകാരം, ഇകാരം, ഒക്കാരം, മകാരം, ഉകാരം ഇതിൽ എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് ആ ഇനി അതിൻ്റെ സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ്, ഫോർത്ത് സ്പീഡൊക്കെ ഞാൻ പാടി കേൾപ്പിച്ചിരുന്നു. ഈ സ്പീഡുകളിലൊക്കെ തന്നെ നമ്മൾ ആകാരം ഒന്ന് പാടി നോക്കിയാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊണ്ട അതിനനുസരിച്ച് വഴക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആ നമ്മൾ നേരെ പാടുമ്പോൾ അങ്ങനെ പാടാതെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ആ ഗമകം കൂടി അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത്. ജണ്ഡപരിശകൾ പാടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടാമത്തെ സ്വരത്തിന് സ്ട്രെസ് കൊടുത്ത് പാടണമെന്ന്. ആ രണ്ടാമത്തെ സ്വരത്തിന് സ്ട്രെസ് കൊടുത്ത് തന്നെ പാടുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് ഇഫക്റ്റീവായി മാറുന്നത്. അങ്ങനെ ജണ്ഡപരിശകൾ പാടുമ്പോൾ രണ്ടാമത്തെ സ്വരത്തിന് നല്ലോണം സ്ട്രെസ് കൊടുത്ത് അങ്ങനെ തന്നെ പാടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അലങ്കാരങ്ങൾ അതിൻ്റെ സ്പീഡിലുള്ള കാലങ്ങളിൽ പാടുമ്പോൾ, ഇപ്പം ധ്രുവതാളമാണെങ്കിൽ അങ്ങനെ പാടുക. വളവുകൾ കൊടുത്ത് പാടുക. ഗമകം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വളവുകൾ, ഓസിലേഷൻ കൊടുത്ത് പാടുക.
നമ്മൾ പാടുമ്പോൾ ഇവിടം കൊണ്ട് ചിലർ വളയ്ക്കുന്നത് കാണാറുണ്ട്. അത് ഒരു നല്ല ഒരു മെത്തേഡല്ല. അതായത് നമ്മുടെ തൊണ്ടയിൽ നിന്ന് തന്നെ, തൊണ്ട കൊണ്ട് തന്നെ പാടുക. വായ് കൊണ്ട് ഇവിടത്തെ ഭാഗത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ തൊണ്ട കൊണ്ട് തന്നെ പാടാൻ ശ്രദ്ധിക്കുക. അതുപോലെ സപ്തസ്വരങ്ങൾ, അതിൻ്റെ സ്പീഡ് പെട്ടെന്ന് അതിനകത്തേക്ക് കടക്കാതെ സ്ലോലി 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം, അങ്ങനെ കാലങ്ങൾ കൂട്ടി വന്ന് വേണം ഈ സ്പീഡിലേക്ക് പാടുക. അത് നിരന്തരം പ്രാക്ടീസ് ചെയ്താലേ, സ്ഥിരമായി പ്രാക്ടീസ് ചെയ്താലേ അത് വരികയുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ആ സ്വരങ്ങൾ പാടി പഠിക്കുക. അതിനുശേഷം ഈ അകാരം, ഉകാരം, ഇത് കൂടുതൽ എഫക്റ്റീവാണ്. അകാരം, ഇകാരം, ഉകാരം, ഒകാരം ഇതൊക്കെ പാടുന്നതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവാണ് വച്ച് വാ കൂട്ടിപ്പിടിച്ചുള്ള ഗമകത്തിന് മുദ്രിത ഗമകം എന്നാണ് പറയുന്നത്. വാ കൂട്ടിപ്പിടിച്ച് പാടുന്നതിന് കൂടുതൽ ഇഫക്റ്റീവാണ്. ഇങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെയെല്ലാം സരളിവരിശകളായാലും, ജണ്ടവരിശകളായാലും, ധാട്ടുവരിശകളായാലും, വക്രവരിശകളായാലും, അലങ്കാരങ്ങളായ ഏത് വേണമെങ്കിലും നമുക്കിത് ഇതുപോലെ പാടാവുന്നതാണ്. കൂടുതൽ പഠിച്ചവർക്കാണെങ്കിൽ വർണ്ണവും ഇതുപോലെ അകാരത്തിൽ പാടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. ആ യോഗയിലെ പ്രാണായാമത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നാദാനുസന്ധാനത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് നമ്മൾ ശംഖ് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ വോളിയം കൂട്ടിക്കൊണ്ടുവരിക, വോളിയം കുറച്ച് കൊണ്ടുവരിക. ശംഖ് വിളിക്കുന്നത് പോലെ നമ്മുടെ വോയിസ് അതുപോലെ കൂട്ടിക്കൊണ്ടുവരിക, കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ വോയിസിനൊരു കൺട്രോൾ കിട്ടും. ഇനിയും ഒത്തിരി ടിപ്സുകൾ ഉണ്ട്. അത് അടുത്ത വീഡിയോകളിലായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കൊച്ചു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വക്ര ജണ്ടവരിശകൾ പഠിക്കാം. നന്ദി.